കണ്ണുകളടയ്ക്കും, പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്ന ഈ വിശുദ്ധ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിൻ്റേതെല്ലാം എൻ്റേതും, എൻ്റേതെല്ലാം നിൻ്റേതും. കർത്താവേ, ഇതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, നിൻ്റെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങളെ നിൻ്റെ അഗ്നിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൻ്റേതല്ല, ഞങ്ങൾക്കൊരു ലോകമുണ്ട്. നിങ്ങളോ, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലത്രേ എന്ന് വചനം പറയുന്നത് പോലെ ആ പൗരത്വത്തിലേക്ക്, ആ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. നീതിയുടെ വസ്ത്രം ധരിച്ച് നമുക്കൊരു ജീവിതമുണ്ട്, പ്രകാശപ്രദമായ ഒരു ജീവിതം. മത്തായി 5:16, മാത്യു 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അവൻ പറഞ്ഞ്, ഞാൻ ചെയ്തതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള നിങ്ങൾ ചെയ്യുമെന്ന്. എല്ലാ കാര്യത്തിലും കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, ഭൂമിയിലായിരുന്നപ്പോൾ ആത്മീയപരമായും ഭൗതികപരമായും മനുഷ്യനെ ഉത്ഥാനം ചെയ്തു. അതേ അഭിഷേകം തന്നെയാണ് കർത്താവ് നമ്മളുടെ മേൽ തന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുന്നു. പ്രകാശപ്രദമായ ഒരു ജീവിതം നമുക്കുണ്ട്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാനല്ല. ഗോ ടു ദ ഹോൾ വേൾഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നിരിക്കുന്ന പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് കർത്താവ് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് സൽപ്രവൃത്തിയിലൂടെ. ദൈവത്തിന്റെ അഭിഷിക്തനാണ്, ദൈവത്തിന്റെ മക്കളാണ് സൽപ്രവൃത്തി ചെയ്യേണ്ടത്. ഹല്ലേലൂയ. സോഷ്യൽ വർക്ക് ആവശ്യമാണ്, പക്ഷെ സോഷ്യൽ വർക്ക് മാത്രം ആവശ്യമല്ല. സോഷ്യൽ വർക്ക് മാത്രമാണ് നീ ചെയ്യുന്നെങ്കിൽ കർത്താവ് നിന്നോട് പറയും, ഞാൻ നിന്നെ അറിയത്തില്ല എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. അതിനെ കൂടി നീ ഉത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ, അതിനെ കൂടി നീ ഉണർപ്പിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രവൃത്തിയൊന്നും ദൈവം സന്നിധിയിലെത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സൽപ്രവൃത്തിയിലൂടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവിനെന്ന്. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പ്രകാശപൂരിതമായ ഒരു ജീവിതം നയിക്കുവാനാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. ഫിലിപ്പീൻസ് 2:14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജീവന്റെ വചനം, അതിന്റെ അർത്ഥം ജീവനില്ലാത്ത വചനമുണ്ട്. ജീവനില്ലാത്ത വചനം നീ അനുസരിച്ചാൽ നിനക്ക് പ്രകാശമായിട്ട് തീരുവാനായിട്ട് സാധിക്കില്ല. നീ വെറും ഒരു 0 വോൾട്ട് ആയിരിക്കും. പക്ഷെ ജീവന്റെ വചനം നീ പ്രമാണിച്ചാൽ നീ കത്തി ജ്വലിക്കുന്ന ജ്യോതിസായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ചത് ജ്യോതിസുകളെ പോലെ വിളങ്ങാനാ, 0 വോൾട്ടായിട്ട് ജീവിക്കാനല്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഹല്ലേലൂയ. വെറും 0 വോൾട്ടായിട്ട് ഇരിക്കല്ലേ എന്ന് പറ. ക്രിസ്ത്യാനി, നീ അറിയണം ആരാണെന്ന്. നമ്മൾ അറിയണം നമ്മൾ ആരാണെന്ന്. നമ്മൾ ഒരിക്കലും ന്യൂനപക്ഷമല്ല. ക്രിസ്ത്യാനിയുടെ വായി എന്ന് വരുന്ന ഒരു വാക്കാണ് ന്യൂനപക്ഷം. ഞങ്ങൾ ന്യൂനപക്ഷമാണേ, ഞങ്ങൾ ന്യൂനപക്ഷമാണ്. നിന്നോട് ആര് പറഞ്ഞു നീ ന്യൂനപക്ഷമാണെന്ന്? നിന്റെ ദൈവം പറഞ്ഞോ? ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്നാ പറഞ്ഞേ. കർത്താവായ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭൂരിപക്ഷമാ. ഹല്ലേലൂയ.
സ്തോത്രം. ഇവിടുത്തെ റൈറ്റിന് വേണ്ടിയല്ല കിടന്ന് മുറവിളി കൂട്ടേണ്ടതാ. ഉന്നതത്തിലൊരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റിന് വേണ്ടി നീ നിലകൊണ്ടാൽ സാത്താന്റെ സകല ബന്ധനം അഴിയും. ഹല്ലേലൂയ, സ്തോത്രം. കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ചിട്ട് നമ്മളുടെ ശക്തി എന്താണെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഈ ശക്തി എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് മരിച്ചുപോയവരുടെ മുമ്പിൽ പോയി, മൂകവിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നിന്നെ വിളിച്ചത് തെണ്ടാനല്ല, നീ രാജാവിന്റെ മകനാ. ഹല്ലേലൂയ, സ്തോത്രം. കത്തിജ്വലിക്കുവാനാ കർത്താവ് നിന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ വിളി എന്ന് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. ആ ജാതികളുടെ ഇടയിൽ നിങ്ങൾ കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങണം. ദൈവം തന്നിരിക്കുന്ന പ്രമാണം നാം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ജാതികൾ ചോദിക്കും. അത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം അതിന്റെ 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഡ്യൂട്രോണമി 4:5-6. നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇതുതന്നെയാണല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. ഇത് ഈ ബൈബിൾ അനുസരിച്ച് നീ ജീവിച്ചാൽ ജാതികളുടെ ഇടയിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം കർത്താവ് കാണിച്ചു തരും. അതനുസരിച്ച് ജാതികൾ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. താഴോട്ട് വായിച്ചു. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവുമുള്ള ശ്രേഷ്ഠ ജാതി ജനമെന്ന് അവർ പറയും. അപ്പൊ ജാതികളുടെ ഇടയിൽ കത്തിജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറയുകയാണ്, അവരുടെ ഇടയിൽ നിങ്ങൾ പ്രകാശമുള്ളവരായിരിക്കണമെന്ന്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മളെ പ്രകാശപൂരിതമാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് നമുക്ക് ഉള്ള ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവിന്റെ ഈ വചനമാണ്. ഇതനുസരിച്ച് നാം ജീവിക്കുമ്പോൾ കർത്താവിനെ അറിയാത്ത മക്കൾ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഇത്രയും സന്തോഷം ഇത് എവിടുന്ന് കിട്ടുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക ജാതികൾ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ കർത്താവിനെ സ്വീകരിച്ച് എല്ലാ വിഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരെ കർത്താവ് എടുത്ത കർത്താവിന്റെ വേലക്കായിട്ട് നിർത്തുകയാണ്. എന്നാൽ ഇപ്പോഴും ഈ വചനത്തിന്റെ ശ്രേഷ്ഠത എന്തെന്നറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനി എന്ന് പറയുന്ന വ്യക്തി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് മൂവക വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിനെ വിറ്റ് കാശാക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ക്രിസ്ത്യാനിയും മറ്റു മതസ്ഥരുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റുള്ളവർ വിഗ്രഹം ഉണ്ടാക്കുന്നത് സ്വർണവും വെള്ളിയും പിത്തളയും ഓടും ഒക്കെ കൊണ്ടാണ്. ക്രിസ്ത്യാനി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ്. കള്ളൻ എപ്പോഴും കയറുന്നത് എവിടെയാ? അപ്പുറത്താ. ഇപ്പുറത്ത് കയറത്തില്ല. പക്ഷെ ഇപ്പുറത്ത് വരുമാനമുണ്ട്. കള്ളനറിയാം ഇത് കൊണ്ടുപോയാൽ ഒരു കാര്യമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത് ജീവിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ജ്യോതിസുകളെ ഹല്ലേലൂയ പോലെ വിളങ്ങുവാൻ തക്കവണ്ണം കർത്താവ് വിളിച്ചിട്ട് ഇതിന്റെ അജ്ഞതയാണ് ഈ ജനത്തെ കെട്ടിയിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ഈ വചനമനുസരിച്ച് നീ ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ കത്തി ജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ തക്കവണ്ണം കർത്താവ് കൃപ തരും. കാരണം അനുഗ്രഹം വരുന്നത് വചനം അനുസരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ.
ഡ്യൂട്ടറോണമിയെ വായിക്കാം. എന്നിട്ട് അവിടുന്ന് ജാതികൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 4:7 വായിച്ചേ. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ ഗ്ലോറി. ഒരു വിഷയത്തിന്റെ മേൽ നമ്മൾ ഉപവസിച്ച് മുട്ടുമടക്കിയാൽ ദൈവം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ എന്നാ. ഓ ഗ്ലോറി. ജീവിക്കുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യം ഞാനുണ്ട്. നീ അവിടെ ഇവിടെ ഓടേണ്ട കാര്യമില്ല. സ്തോത്രം. ചില വ്യക്തികൾക്ക് അവര് ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നാലേ നിനക്ക് അനുഗ്രഹം തരാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. വേളാങ്കണ്ണി മാതാവിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ നീ വേളാങ്കണ്ണി തന്നെ പോണം. എടപ്പള്ളി പുണ്യാളന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ നീ എടപ്പള്ളി തന്നെ പോണം. വെറുതെ പോയാൽ പോരാ, കോഴിയും കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ വചനം പറയുന്നത് എന്താണെന്നറിയാവോ? ദൈവം ഇത്രയും അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ? എപ്പോഴാണെന്നറിയാവോ? നിന്റെ കൈ തന്നിരിക്കുന്ന ഈ ബൈബിൾ അനുസരിച്ച് നീ അത് പ്രമാണിച്ച് ജീവിക്കുമ്പോൾ, നിന്റെ ഹല്ലേലൂയ വിശ്വാസം അനുസരിച്ച് നീ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്ന് നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അവിടെ ഓടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണം അനുസരിച്ച്, ഈ വചനം അനുസരിച്ച് ജീവിക്കുന്ന ശിഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നതാണ് കർത്താവിന്റെ മണവാട്ടി സഭയുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന, അത് ഫലമുള്ള പ്രാർത്ഥനയാണ്. അവൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ചെന്റെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദുഷ്ടൻ കെട്ടിരിക്കാൻ സകല ബന്ധനങ്ങളും അഴിയട്ടെ. അവിടെ ചെന്നാൽ മാത്രമേ അനുഗ്രഹമുള്ളവെന്ന് എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ ആർക്കും അവൻ ഹല്ലേലൂയ സമീപസ്ഥൻ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റേതെല്ലാം നിന്റേത്, നിന്റേതെല്ലാം എന്റേത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം പ്രമാണിക്കുന്നവരാണ് എന്റേത്, അവർ നിന്റേത്. നിന്റേതെല്ലാം എന്റേതും, എന്റേതെല്ലാം നിന്റേത്. ഗ്ലോറി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അത് മുഴുവനും ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ അന്ന് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. സ്തോത്രം. വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവരോട് പറഞ്ഞത് ഇവരനുസരിച്ച്, ഇവർ പറയുന്ന വചനമനുസരിച്ച് വരാനിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് എന്റെ കർത്താവിന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗ്യം ഇന്ന് നമുക്ക് കിട്ടിയത്. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാം. താങ്ക് യു ജീസസ്. ഓ ഗ്ലോറി. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുമ്പോഴാണ് ജാതികളുടെ ഇടയിൽ കത്തി ജ്വലിക്കുന്ന ജ്യോതിസുകളെ പോലെ വിളങ്ങുവാൻ നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. 5-ാമത്തെ പോയിന്റ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ജനിച്ചു, പിന്നെ 2ാമത് വളർന്നു, 3 വസ്ത്രം ധരിച്ചു, 4 പ്രകാശപൂരിതമായ ഒരു ജീവിതം, 5 ആരാണോ നിന്നെ ഉറപ്പിച്ചത് അവനിൽ തന്നെ ഉറച്ചു നിൽക്കണം. യേശു ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ നമ്മളെ ഉറപ്പിച്ച് നിർത്തി. വചനമാകുന്ന പാറമേൽ ഭവനം പണിയുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ലോകത്തിന്റെ നിയമപ്രകാരം എല്ലാവർക്കും ബുദ്ധിയുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് ബുദ്ധി ഉള്ളവനെ ബുദ്ധി ഇല്ലാത്തവനെയും കുറിച്ചാണ് പറയുന്നത്. പാറമേൽ ഭവനം പണിയുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ആ പാറയോ യേശു ക്രിസ്തു. ദൈവത്തിന്റെ വചനമാണ് ആ പാറ. ആ പാറമേൽ ഭവനം പണിയുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ, എന്റെ മുഖത്ത് നോക്കി പറ, ബുദ്ധി വേണമെന്ന് പറ.
യേശുക്രിസ്തു ആകുന്ന പാറമേൽ നിന്റെ ഭവനം പണിയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും അറിയും. ഹല്ലേലൂയ. യേശുക്രിസ്തു ആകുന്ന പാറമേൽ വരുന്നതിന് മുമ്പ് ഇന്നലെ വരെ വീട്ടിൽ തെറിപ്പാട്ടായിരുന്നു. യേശുക്രിസ്തു ആകുന്ന ഭവനത്തിൽ ആ അടിത്തറയിൽ ഭവനം പൊങ്ങി വന്നപ്പോൾ വീട്ടിൽ ഹല്ലേലൂയ കൈകൊട്ടി ആരാധന തുടങ്ങി. നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, പെന്തക്കോസിൽ പോയി ചേർന്നില്ലേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ തോമാച്ചനുമായിട്ട് കള്ള് ഷാപ്പിൽ പോയിരുന്നാണ്. പത്രോച്ചൻ കാലുവാരി. അവൻ കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ അറിയാൻ തുടങ്ങി ഇവൻ എന്തോ പിടിച്ചു വട്ടായി. സ്തോത്രം. കാരണം ഇത് കയ്യിലെടുക്കുന്നവർക്കെല്ലാം വട്ടാണെന്നാണ് ഒരു പൊതുവായിട്ടുള്ളത് ധാരണ. സ്തോത്രം. ഇതാണ് നിന്നെ മാറ്റുന്നത്. കർത്താവിൻ്റെ വചനം പാറയാണ്. ആ പാറമേൽ ഭവനം പണിയുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. ആ ബുദ്ധിയുള്ള മനുഷ്യന്റെ മേൽ, ആ ഭവനത്തിൻ്റെ മേൽ പ്രകൃതിയുടെ വികൃതി ഒരേപോലെയാണ്. മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാകും, കാറ്റ് ഊതും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അങ്കിളെ സ്തോത്രം. ഈ അങ്കിള് പൊന്നുരുന്നി ആശ്രമത്തിൻ്റെ അടുത്തുള്ള വലിയ തിയോഫിനച്ചൻ്റെ വലിയ ഭക്തനായിരുന്നു. ഇന്നിപ്പോൾ കർത്താവിൻ്റെ മകനായിട്ട് ഇവിടെ ഇരിക്കുക. സ്തോത്രം, സ്തോത്രം. വലിയൊരു ദൗത്യമാണ് തന്നിരിക്കുന്നത്. അറിഞ്ഞ സത്യത്തിൽ, അറിഞ്ഞ പാറയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുള്ള പരമ വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ഭാഗ്യമാണത്. സ്തോത്രം. ഈ ലോകത്തുനിന്ന് മൂക്കി പഞ്ഞു വെക്കുന്ന മുമ്പ് ഈ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് കർത്താവ് തന്ന വലിയ കൃപയ്ക്ക് ഉച്ചത്തിലൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന് കർത്താവാ പറഞ്ഞത്. പലപ്പോഴും പലരും ചോദിക്കാനുള്ളത്, അങ്ങനെയെങ്കിൽ ഈ കാണുന്നവർക്ക് എല്ലാം പിന്നെ തെറ്റുപറ്റുമോ? പോപ്പിന് തെറ്റുപറ്റുക, ബിഷന്മാർക്ക് തെറ്റുപറ്റുക, അച്ഛന്മാർക്ക് തെറ്റുപറ്റുക, കന്യാസ്ത്രീകൾക്ക് തെറ്റുപറ്റുക, അൽമാർക്ക് തെറ്റുപറ്റുക. സ്തോത്രം. ഒരുത്തിന് തെറ്റുപറ്റുക ശരിയാണോ ചെയ്യുന്നതെന്ന് അറിയുന്നത് 10 പേര് കൂടിയല്ല. എൻ്റെ കർത്താവിൻ്റെ വചനമാ പറയേണ്ടത് നീ ശരിയോ തെറ്റോന്നോ. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ വചനമാകുന്ന പാറമേലാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, കാറ്റ് ഊതും, മഴയും പെയ്യും. ഈ വെള്ളപ്പൊക്കം കാറ്റുകൂതലും മൂന്നാമത്തെ സുനാമിയുടെ കാര്യമല്ല കർത്താവ് പറയുന്നത്. കുടുംബക്കാരാകുന്ന വെള്ളപ്പൊക്കം, നീ ആയിരിക്കുന്ന മതമാകുന്ന കൊടുങ്കാറ്റ്. പ്രൈസ് ദി ലോർഡ്. പിന്നെന്തുവാ? വെള്ളപ്പൊക്കവും കാറ്റുകൂതലും പേമാരി ഒറ്റപ്പെടുത്തി കളയും. കുടുംബത്തിൽ നിന്ന് ആനപ്പിണ്ടം വെച്ച് പുറത്താക്കി കളയും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ആഞ്ഞടിച്ചാൽ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഉച്ചത്തിൽ ഒരു അല്ലേ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. കാരണം ഞങ്ങളുടെ ഭവനം പണിതിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു എന്ന പാറമേലാണ്. എന്തെല്ലാം അനർത്ഥം ഉണ്ടായാലും നീതിമാന് അനർത്ഥങ്ങൾ അനവധി, അവയിൽ നിന്നെല്ലാം യഹോവ അവനെ കാത്തുകൊള്ളും. കാരണം പാവവും വ്യഭിചാരവും നിറഞ്ഞ തലമുറയിൽ എന്നെയും എൻ്റെ വചനത്തെയും കുറിച്ച് നീ ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും, ഏറ്റുപറഞ്ഞാൽ ഞാനും ഏറ്റുപറയും. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. യേശു ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചപ്പോഴാ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വെള്ളപ്പൊക്കം കാറ്റൂതലും ഒക്കെ ഉണ്ടായി. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി. കുടുംബത്തിൽ എന്തെങ്കിലും കാര്യം നടന്നാൽ അറിയിക്കത്തില്ല. അങ്ങനെയുള്ള അനുഭവത്തിലൂടെ അതെല്ലാം വളരെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. സ്തോത്രം. എന്നാൽ അവിടെയെല്ലാം ഈ നിമിഷം വരെ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചത് എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതും. ഹല്ലേലൂയ. അവൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുക 2:11 വായിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരേ പിതാവ്. ആ വചനം ഒന്ന് വായിക്കാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ ഓരോരുത്തരും. ഈ നമുക്ക് ഒരു പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്.
ഹല്ലേലൂയ. തുടർന്ന് വായിച്ചോ. അത് ഹേതുവായി ആ, അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നെ നിന്നെ നോക്കി ഇവൻ എന്റെ സഹോദരൻ, ഇവൾ എന്റെ സഹോദരി എന്ന് പറയാൻ കർത്താവിന് ലജ്ജയില്ല. പക്ഷെ നിന്റെ കുടുംബക്കാർക്ക് ലജ്ജയാ. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോഴ് സ്തോത്രം, സഭാമധ്യേ ഹല്ലേലൂയ അറിഞ്ഞ സത്യം പ്രഘോഷിക്കാൻ ഒരിക്കലും ലജ്ജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്നെയും നിന്നെയും നോക്കി കർത്താവ് പറയുകയാണ്, എന്റേതെല്ലാം നിന്റേത്, നിന്റേതെല്ലാം എന്റേത്. ഓ ഗ്ലോറി. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവാകുന്ന ഈ സത്യത്തിൽ അനുദിനം വളർന്നു വരുവാനും തലമുറകളെ വളർത്തുവാനുമുള്ള കൃപ കർത്താവ് പ്രത്യേകമായി നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, വീണ്ടും ജനിക്കുവാനും നിന്നിൽ വളരുവാനും നീതിയുടെ വസ്ത്രം ധരിക്കുവാനും ലജ്ജ കൂടാതെ നീയാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാൻ ജോഷുവായെ പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, നീ ആഗ്രഹിക്കും വിധം ഒരു വിശുദ്ധ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൊടുത്തിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവെ, അനേകര് നിന്നോട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നിന്റെ 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 രക്ഷയുടെ കർത്താവെ പ്രകാശം അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ സ്തോത്രം. നിന്റെ വരവ് അടുത്തിരിക്കുകയാണല്ലോ കർത്താവെ. മണവാട്ടി നിന്നോട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവകാശം വെച്ച് അടിയങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേരളത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേരളം ഓരോ നിമിഷവും കർത്താവെ ദുഷ്ടന്റെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സകല ദുഷ്ടാത്മ പോരാട്ട ശക്തികൾ നസ്രയനായ യേശുവിന്റെ അധികാര നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഓരോ നിമിഷവും കർത്താവെ നിന്റെ 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 രാജ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകര് കർത്താവെ നീ വിളിച്ചു വേർതിരിക്കുന്നതിനായി സ്തോത്രം. അനേകർക്ക് കർത്താവെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ തക്കവണ്ണം നീ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. വടക്കേന്ത്യയുടെ ഭാഗത്ത് അനേകര് കർത്താവെ നിസ്വാർത്ഥമായി നിന്റെ വചനവുമായി നിൽക്കുന്നുണ്ടല്ലോ കർത്താവെ. ജീവൻ മരണ പോരാട്ടത്തിൽ അവർ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ ഇരട്ടി അഭിഷേകം മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.